ഇന്ന് നമ്മൾ വിശകലനം ചെയ്യുന്നത് തെരഞ്ഞെടുപ്പിന് തീയതി പ്രഖ്യാപിക്കുന്നതിന് തൊട്ടുമുമ്പ് ഈ രാജ്യത്തെ വിവിധ ഏജൻസികളും ചാനലുകളും മറ്റും നടത്തിയ പ്രീപോൾ സർവേയുടെ ഫലങ്ങളാണ് ഇവിടെ നമ്മൾ വിശകലനം ചെയ്യുന്നത്. ഇനിയിപ്പോൾ വലുതായി സർവേകളൊന്നും വരാനുള്ള സാധ്യതകൾ വളരെ കുറവാണ്. കാരണം തിരഞ്ഞെടുപ്പ് പ്രഖ്യാപനത്തിന് ശേഷം ആ ചട്ടങ്ങളുടെ ലംഘനമാകും സർവേകൾ വരുന്നത്. ഇനി മറ്റേതെങ്കിലും തരത്തിൽ സർവേകൾ വരുമോ എന്നുള്ളതും അറിയില്ല. ഒരുപക്ഷെ നേരത്തെ എടുത്ത സർവേകളൊക്കെ പല രൂപത്തിലും ഭാവത്തിലും വരാനുള്ള സാധ്യതകൾ നിൽക്കുന്നത്. ഏതായാലും നമുക്കിതുവരെ അതായത് കേന്ദ്ര സർക്കാരിനെ അനുകൂലിക്കുന്നതെന്ന് നമുക്ക് തോന്നുന്നതും കേന്ദ്ര സർക്കാരിനെ എതിർക്കുകയും പ്രതിപക്ഷത്തിനൊപ്പം നിൽക്കുകയും ചെയ്യുന്നതുമായ ചില ചാനലുകൾ നടത്തിയ സർവേ, ഏതായാലും എല്ലാ സർവേകളും ഒന്നായി തന്നെ പറയുന്നുണ്ട് മോദി മൂന്നാമതും എത്തുമെന്ന്. എന്നാൽ ഈ BJP ഇപ്പോൾ പറയുന്ന കണക്കുകൾ, അവർ പറയുന്നത് 400-ലധികം സീറ്റ് 370 സീറ്റ് BJPക്ക് തനിച്ച് എന്നാണ് കേന്ദ്ര സർക്കാർ അല്ലെങ്കിൽ BJPയുടെ മുതിർന്ന നേതാക്കളും നരേന്ദ്രമോദി അടക്കം പറയുന്നത്. അങ്ങനെ സംഭവിക്കുമോ? കേരളത്തിലടക്കം സീറ്റ് നേടിയാൽ മാത്രമാണോ BJPക്ക് രാജ്യം ഭരിക്കാൻ കഴിയുക എന്നുള്ള അനവധി ചോദ്യങ്ങൾ ഉയരുന്നു. കേരളത്തിലെ 20 സീറ്റും ലഭിച്ചില്ലെങ്കിൽ കേന്ദ്രത്തിൽ ഭരണം പോകുമോ എന്നൊക്കെയുള്ള അനവധി ചോദ്യങ്ങൾ, തമിഴ്നാട്ടിൽ സീറ്റ് കിട്ടിയില്ലെങ്കിൽ BJP ഭരിക്കുമോ എന്നുള്ള ചോദ്യം ഉയരുന്ന ഈ വേളയിൽ വിവിധ ഏജൻസികൾ നടത്തിയ സർവേ, ഈ സർവേയിൽ നിന്ന് നമ്മളൊരു ശരാശരി കണ്ടെത്തുക. ചിലത് വളരെ വലിയ രീതിയിൽ സീറ്റ് പ്രവചിച്ചിരിക്കുന്ന സർവേകളുണ്ട്, എന്നാൽ വളരെ കുറച്ച് സീറ്റുകൾ മാത്രം പ്രവചിച്ച സർവേകളുണ്ട്. ഈ സർവേകളിൽ നിന്ന് നമ്മളൊരു ശരാശരി കണക്ക് എടുത്ത് മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് എന്ത് വ്യക്തമാകും? അതായത് 8 മണിക്കാണ് രാവിലെ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടെണ്ണൽ ആരംഭിക്കുന്നത്. ഏതായാലും ഫലപ്രഖ്യാപന ദിവസം രാവിലെ 8 മണിക്ക് വോട്ടെണ്ണൽ ആരംഭിച്ചാൽ 10 മണിയോടുകൂടി, അതായത് 9:30-10 മണിയോടുകൂടി നമുക്ക് ആദ്യ ട്രെൻഡിങ് മനസ്സിലാക്കാൻ പറ്റും, ആര് ഭരണത്തിലേക്ക് എത്തുമെന്ന്. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് BJP അവരുടെ കേവല ഭൂരിപക്ഷവും കഴിഞ്ഞ് 2 സീറ്റ് കൂടി അധികം നേടുമെന്നാണ്. ഏതാണ്ട് ഒരു 10 മണിയാകുമ്പോഴേക്ക് ആ ഒരു രീതിയിലുള്ള ട്രെൻഡ് പോകുമെന്നാണ് ഈ സർവേ ഫലങ്ങൾ വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്. കാരണം ബീഹാറിൽ അവർ 38 സീറ്റ് നേടുന്നു, ദില്ലിയിൽ 7 നേടുന്നു, ഹരിയാനയിൽ 10-10, കർണാടകയിൽ അവർ 25 സീറ്റ്, 26 വരെ സീറ്റ് പറഞ്ഞ സർവേകളുണ്ട്. അതായത് 25 സീറ്റ് നമ്മൾ കൂട്ടിയിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ 41, ഉത്തർപ്രദേശിൽ 77, ഏതാണ്ട് 75 മുതൽ 77 വരെയാണ് പല സർവേകളും പറഞ്ഞിട്ടുള്ളത്, ഈ ലേറ്റസ്റ്റ് സർവേകളെല്ലാം തന്നെ. ഒപ്പം തന്നെ വെസ്റ്റ് ബംഗാളിൽ 25 സീറ്റാണ് ഏറ്റവും ടോപ്പ് പറഞ്ഞിരിക്കുന്നത്, 22 സീറ്റ് പറഞ്ഞത്. ഏതായാലും 20 സീറ്റിന് മുകളിൽ കിടക്കും എന്ന് തന്നെയാണ് പലരും പറഞ്ഞിരിക്കുന്നത്. സീറ്റ് വർധനം ബംഗാളിൽ ഉണ്ടാകുമെന്നാണ്. ഒപ്പം തന്നെ രാജസ്ഥാനിൽ 25 മധ്യപ്രദേശിൽ 26, ഗുജറാത്തിൽ 26 സീറ്റും ലഭിക്കുന്നു. ഒഡീഷയിൽ 13 സീറ്റിലേക്ക് BJP മാറുന്നു. അങ്ങനെ മാറുമ്പോൾ ഏതാണ്ട് ഒഡീഷ എത്തുന്നതിന് മുമ്പ് ഗുജറാത്തിലെ വരെ വോട്ടെണ്ണി കഴിയുമ്പോൾ, ഏതാണ്ട് 10 സ്റ്റേറ്റിലെ വോട്ടെണ്ണി കഴിയുമ്പോൾ BJP കേവല ഭൂരിപക്ഷമായി 274 നേടാൻ കഴിയുമെന്ന് ഈ സർവേ ഫലങ്ങൾ വ്യക്തമാക്കുന്നു. ഒഡീഷ ഉൾപ്പെടെ എണ്ണുമ്പോഴേക്കും BJPയുടെ സീറ്റ് നില 313 കടക്കും. പിന്നീട് ഉള്ളത് ഈ 350-400 സീറ്റിലേക്ക് BJP എത്തുമോ എന്നുള്ളതാണ് പിന്നീട് നമ്മൾ നോക്കുന്നത്. അങ്ങനെ എത്തണമെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സീറ്റിലേക്ക് BJPക്ക് വലിയ ഒരു കുതിപ്പാണ് എല്ലാ സർവേയും പറയുന്നത്. ഒരു സുനാമി തന്നെയാണ് നമ്മളുടെ ഉത്തരേന്ത്യയിൽ പറയുന്നത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾക്ക് വലിയൊരു സുനാമി. അതിൽ ഒരല്പമെങ്കിലും BJP ഒരു അത്ഭുതം സൃഷ്ടിക്കുന്ന സംസ്ഥാനം എന്ന് പറയുന്നത് ഈ പശ്ചിമ ബംഗാളും ഒഡീഷയുമാണ്. ഒഡീഷയിൽ സീറ്റ് വർദ്ധിക്കുന്നുണ്ട്, പശ്ചിമ ബംഗാൾ വലിയ രീതിയിൽ വർദ്ധിക്കുന്നതായിട്ടാണ് ഈ സർവേ ഫലങ്ങൾ കാണിക്കുന്നത്. ബാക്കിയുള്ളിടത്തെല്ലാം തന്നെ നേരത്തെ തന്നെ എല്ലാവരും പ്രതീക്ഷിക്കുന്ന ഒരു റിസൾട്ട് തന്നെയാണ്. അങ്ങനെയെങ്കിൽ 10 മണിയോടുകൂടി BJP കേവല ഭൂരിപക്ഷത്തിലേക്ക് എത്തും എന്നുള്ളതാണ് സർവേ ഫലം പറയുന്നത്. പക്ഷേ BJP പറയുന്നത് പോലെ അവർക്ക് 400 സീറ്റിലേക്ക് എത്താൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ പരിശോധിക്കുന്നത്. ബാക്കിയുള്ള സ്റ്റേറ്റുകൾ കൂടി നമുക്ക് പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. കാശ്മീരുണ്ട്, ഹിമാചൽ പ്രദേശുണ്ട്, വടക്കിഴക്കൻ സംസ്ഥാനങ്ങൾ, പഞ്ചാബ്, ആന്ധ്ര, തെലുങ്ക് ദേശം, ഗോവ, പുതുച്ചേരി, തമിഴ്നാട്, ഉത്തരാഖണ്ഡ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ് തുടങ്ങിയ സ്ഥലങ്ങളിൽ. ഇതിൽ കേരളം നമ്മൾ ഒഴിവാക്കുകയാണ്. കാരണം കേരളത്തിൽ BJP കാലുകുത്തിക്കില്ല എന്നിടത്തിലും പലതിലും പറയുന്നു. കേരളത്തിൽ നിന്ന് ഒരു സീറ്റ് പോലും BJPക്ക് ഞങ്ങൾ നൽകില്ല എന്ന് പലരും പറയുന്നത്. കേരളത്തിൽ സീറ്റ് കിട്ടിയില്ലെങ്കിലും BJPക്ക് ഭരിക്കാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ആദ്യത്തെ 10 സ്റ്റേറ്റിലെ വോട്ടെണ്ണുമ്പോൾ BJP 274 സീറ്റുകൾ കടക്കും, ഇല്ലെങ്കിൽ 274 സീറ്റുകൾ നേടുമെന്നാണ് വിവിധ സർവേകളിലെ ഏറ്റവും കുറഞ്ഞ സീറ്റ് വെച്ച് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് പറയുന്നത്. ഇനി നമുക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിലേക്ക് പോകാം. കാശ്മീരിൽ 2 സീറ്റാണ് പരമ്പരാഗതമായി BJPക്ക് ലഭിക്കുന്ന 2 സീറ്റാണ്. ആ 3 ആകുമോ എന്നറിയില്ല. 2 സീറ്റ് മാത്രമാണ് നമ്മൾ കണക്കൂട്ടിയിരിക്കുന്നത്. ഹിമാചൽ പ്രദേശിൽ 4, വടക്കിഴക്ക് സംസ്ഥാനങ്ങളിൽ 19, പഞ്ചാബിൽ 3 സീറ്റ് ലഭിക്കുമ്പോൾ ആന്ധ്രയിൽ അവരുടെ സഖ്യം TDP ജനസേന സഖ്യം ഒരു വലിയ മാർജിനാണ് ആന്ധ്രയിൽ പറയുന്നത്. പക്ഷേ നമ്മൾ കേവലം 5 സീറ്റാണ് NDAക്ക് അവിടെ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തെടുത്തിരിക്കുന്നത്. കാരണം വിവിധ സർവേകളിൽ നിന്ന് കിട്ടിയിരിക്കുന്നു ശരാശരി മാത്രം. പലതും ജഗൻമോഹൻ റെഡ്ഡിയുടെ പാർട്ടി YSR കോൺഗ്രസിന് 5 സീറ്റ് കിട്ടുമെന്നാണ് ലേറ്റസ്റ്റ് സർവേ ഒക്കെ പറയുന്നത്. പക്ഷേ നമ്മൾ ആ ഏറ്റവും
കുറഞ്ഞ സീറ്റ് മാത്രമാണ് കരുതുന്നത്. തെലുങ്കാനയിൽ 7 സീറ്റ് നമ്മൾ കൂട്ടുന്നു, ഗോവയിൽ 2, പുതുച്ചേരി 1. തമിഴ്നാട്ടിലാണ് മറ്റൊരു അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യതയുള്ള 2 to 4 സീറ്റ് വരെയാണ്. നമ്മളവിടെ 2 സീറ്റുകളിലേക്ക് വരുന്നു. ഉത്തരാഖണ്ഡിൽ 5, ഛത്തീസ്ഗഡിൽ 10, ജാർഖണ്ഡിൽ 12. അങ്ങനെ കൂട്ടുമ്പോൾ നമുക്ക് 75 സീറ്റോടെ കിട്ടുന്നു. അങ്ങനെയെങ്കിൽ ഏതാണ്ട് 12 മണിയോട് അടുപ്പിക്കുമ്പോൾ BJP നയിക്കുന്ന NDA മുന്നണി 388 സീറ്റിലേക്ക് എത്തുന്നു. ഇവിടെ നമ്മൾ കേരളം ഈ ഒരു അനാലിസിസിൽ നമ്മൾ കേരള സംസ്ഥാനം നമ്മൾ എടുത്തിട്ടില്ല. ഒപ്പം തന്നെ ആൻഡമാൻ നിക്കോബാർ എടുത്തിട്ടില്ല, ദമൻ ദ്വീപ് എടുത്തിട്ടില്ല, ദാദ്ര നഗർ ഹവേലി നമ്മൾ എടുത്തിട്ടില്ല, ലക്ഷദ്വീപ്, അങ്ങനെ അനവധി യൂണിയൻ ടെറിട്ടറികളുണ്ട്. ആ യൂണിയൻ ടെറിട്ടറിയിലേക്കൊന്നും നമ്മൾ പോയിട്ടില്ല. ഒപ്പം തന്നെ വിവിധ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കുറഞ്ഞ സീറ്റാണ്. കാരണം തമിഴ്നാട്ടിൽ നിന്നും നമ്മൾ വലിയൊരു സീറ്റ് പറഞ്ഞാൽ കേരളത്തിൽ നമ്മൾ വട്ടപൂജ്യം തന്നെയാണ് പറയുന്നത്. ഇതെല്ലാം കണക്കൂട്ടി നോക്കുമ്പോൾ നമ്മൾക്ക് ഒരു വിശകലനം 388 സീറ്റാണ് നമ്മൾ NDAക്ക് പ്രതീക്ഷിക്കുന്നത്. അതായത് വിവിധ ഏജൻസികൾ നടത്തിയ സർവേയുടെ ആകത്തുകയായി നമ്മൾ കണ്ടെത്തിയിരിക്കുന്നത് 388 സീറ്റാണ്. ഇനി അതായത് 400 എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇടയ്ക്കിടയ്ക്ക് പറയുന്ന സംഖ്യയിലേക്ക് എത്താൻ 12 സീറ്റുകളുടെ കുറവുണ്ട്. അവിടെയാണ് മറ്റുള്ള സ്റ്റേറ്റിൽ കൂടുതൽ സീറ്റിലേക്ക് BJP എത്തിയാൽ അത്ഭുതങ്ങൾ സംഭവിക്കും എന്ന് പറയുന്നത്. ഇത് തന്നെയാണ് നമ്മൾ തുടക്കം മുതലേ പറയുന്നത്. BJP സംബന്ധിച്ച് ഈ 400 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായി നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നല്ല, ഈസി വാക്ക് ഓവർ അല്ല. കാരണം ഉത്തരേന്ത്യയിൽ അവർക്കൊരു വലിയ സുനാമി തന്നെ ഉണ്ടാകും. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു 10 മണിയോട് കൂടി അവർ കേവല പുരുഷത്തിലേക്ക് എത്തുമെങ്കിൽ പോലും ഈ 400 സീറ്റ് എന്ന് പറഞ്ഞാൽ വളരെ ഈസിയായ ഒരു കാര്യമല്ല. കാരണം ദക്ഷിണേന്ത്യയിലൊക്കെയാണ് അവർക്ക് സീറ്റുകൾ വർദ്ധിക്കേണ്ടത്. ആ വർദ്ധിക്കുക എന്നുള്ളത് ഒരു വലിയ ടാസ്ക് തന്നെയാണ്. ഒപ്പം തന്നെ അവർ നേട്ടമുണ്ടാക്കുന്ന സംസ്ഥാനങ്ങൾ വടക്കിഴക്കൻ സംസ്ഥാനങ്ങളാണ്. കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ രീതിയിലുള്ള സീറ്റ് വർധന അവർക്കുണ്ടാകും. ഒപ്പം തന്നെ ഒഡീഷയിൽ അവർ വലിയ നേട്ടം ഉണ്ടാക്കുമെന്നാണ് വിവിധ സർവേകൾ പറയുന്നത്. പശ്ചിമ ബംഗാളിൽ നേട്ടം ഉണ്ടാക്കുമെന്ന് പറയുന്നത്. ഇതിൽ നിർണായകമാകുന്ന സീറ്റുകൾ, അതായത് 3,000, 4,000 ഒക്കെ നിർണായകമാകുന്ന സീറ്റുകൾ വരുന്നത് ആന്ധ്രയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ നിന്നുമാണ്. കേരളത്തിൽ ഏതായാലും സീറ്റ് ലഭിക്കുമോ ഇല്ലയോ എന്ന് നമുക്ക് ഈ സർവേകൾ പറയുന്നത്. ചില സർവേകൾ 3 സീറ്റ് പറയുന്നുണ്ട്, ചില സർവേകൾ 2 സീറ്റ് പറയുന്നുണ്ട്. ഏതായാലും സീറ്റുകൾ ലഭിക്കട്ടെ എന്ന് തന്നെ നമുക്ക് ആശംസിക്കാം. ഇതാണ് നമ്മുടെ വോട്ടെണ്ണൽ ദിനത്തിൽ നമുക്ക് വ്യക്തമാകുന്നൊരു ചിത്രം ഇത്തരത്തിലായിരിക്കും. അതായത് 388 എന്ന് നമ്മൾ പറയുമ്പോൾ അതൊരു പക്ഷേ 400ലേക്ക് എത്തിയേക്കാം. കാരണം സീറ്റിൻ്റെ വ്യത്യാസങ്ങൾ പലയിടത്തും വരാം. കാരണം നമ്മൾ വളരെ കുറച്ച് മിനിമം സീറ്റ് കണക്ക് കൂട്ടിക്കൊണ്ടാണ് നമ്മൾ ഈ കണക്കെടുപ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇത് തന്നെയാണ് ന്യൂസ് നമ്പർ ഇന്നത്തെ പോയിൻറ്റും. നന്ദി.